ക്രിസ്തുബന്ധത്തിൻ്റെ ആഴം ജീവിക്കുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. ദൈവബന്ധത്തെയാണ് മുന്തിരിവള്ളിയും ശാഖകളും എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്. ഒന്നാമതായി, ഈ ദൈവബന്ധം നാം ദാഹിക്കുക, ആഗ്രഹിക്കുക എന്നതാണ്. ഏറ്റവും വ്യക്തമായത് ബന്ധങ്ങളുടെ തിരിച്ചറിവാണ്. ദൈവം മുന്തിരിവള്ളി വളർത്തുന്നവനാണ്. യേശു മുന്തിരിവള്ളിയായും നാമൊക്കെ ശാഖകളായും നിലകൊള്ളേണ്ടവരാണ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹത്തെയാണ് കർത്താവായ യേശുനാഥൻ നമ്മോട് പറയുന്നത്. മുന്തിരിവള്ളി എന്ന നിലയിൽ യേശുവിൻ്റെ പങ്ക് 2 തവണ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. 1-ാം വാക്യത്തിൽ യഥാർത്ഥ മുന്തിരിവള്ളി എന്ന് കർത്താവായ യേശുനാഥൻ പറയുകയാണ്. 5-ാം വാക്യത്തിൽ മുന്തിരിവള്ളി എന്നും കർത്താവ് പറയുന്നുണ്ട്. ഇതാണ് ശാഖകളുടെ ജീവസ്രോതസ്. യഥാർത്ഥ മുന്തിരിവള്ളി കർത്താവായ യേശുനാഥനും മുന്തിരിവള്ളി എന്നത് യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന നാം ഓരോരുത്തരും ആണ്. നാം മുന്തിരിവള്ളിയായി മാറുന്നത് യഥാർത്ഥ മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്ന് സാരം. ശാഖകളുടെ തഴച്ചു വളരാൻ ഉള്ള കഴിവ് പ്രദാനം ചെയ്യുന്നത് ദൈവമാണ്. അതുപോലെ തന്നെ വിളവ് നൽകാത്ത എല്ലാ ശാഖകളും നീക്കം ചെയ്യപ്പെടും എന്നുള്ള വചനം ഓർമ്മപ്പെടുത്തുന്നത് ദൈവഹിതത്തിന് വേണ്ടിയുള്ള മുന്തിരിവള്ളിയുടെ ഭാഗമായി മാറുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം എന്നതാണ്. ഈ മുന്തിരിവള്ളി അനുഭവത്തിലേക്ക് നമ്മെ ചേർത്തിരുത്തുന്ന ഏറ്റവും വലിയ സത്യം, രണ്ടാമതായി നാം ധ്യാനിക്കുന്നത് അവനോട് ചേർന്ന് വസിക്കുക എന്ന യാഥാർത്ഥ്യമാണ്. വസിക്കുക എന്ന വാക്കിൻ്റെ യഥാർത്ഥമായ അർത്ഥം ദൈവം നമുക്ക് നൽകിയ കഴിവിലൂടെ ദൈവത്തിലേക്ക് ചേർന്നിരിക്കുവാൻ ക്രിസ്തുവിൻ്റെതായി തീരുക എന്നാണ്. കർത്താവ് യഥാർത്ഥത്തിൽ ഒരു വലിയ ക്ഷണമാണ് നമുക്ക് നൽകുന്നത്. എന്നോടൊപ്പം നിങ്ങൾ വസിക്കൂ എന്ന്. ക്രിസ്തുവിൻ്റെ ആ ക്ഷണത്തെ നാം സ്വീകരിക്കുവാൻ മനസ്സാകുമെങ്കിൽ നിശ്ചയമായും നാം തായ്തണ്ടാകുന്ന യേശുവാകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് നാം നിലകൊള്ളും. ജീവിതത്തിൽ ക്രിസ്തു യാഥാർത്ഥ്യങ്ങളോട് ചാഞ്ഞു നിൽക്കുവാൻ നമുക്കാകണം. ക്രിസ്തു സത്യങ്ങളോടും വചനങ്ങളോടും ചാഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് ആകണം. ഇതാണ് ക്രിസ്തുവിനോട് ചേർന്നുള്ള മുന്തിരിവള്ളി അനുഭവം. ഈ പുനരുത്ഥാനാന്തര കാലഘട്ടത്തിൽ ഉയർത്തെഴുന്നേറ്റവനായ യേശുവിൽ വസിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? 2 തലങ്ങളിൽ നമുക്കത് കാണാം. ഒന്നാമതായി, നിലനിൽക്കുന്ന ബന്ധം അർത്ഥമാക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല എന്നതാണ്. പാർക്കർ പാമർ എന്ന ചിന്തകൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: സ്വതന്ത്രമായി ഒഴുകുന്ന ആത്മീയത എന്ന് വിശേഷിപ്പിച്ചത് അസാധ്യമായത് സംഭവിക്കില്ല എന്ന് യേശുനാഥൻ പറയുകയാണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ ശാഖയ്ക്ക് സ്വയം ഫലം കായ്ക്കാൻ നൽകാൻ കഴിയുകയില്ല. അസാധ്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. സാധ്യമായത് ഏറ്റവും വലിയ അസാധ്യമായ അനുഗ്രഹപ്രദമായ അത്ഭുതകരമായ സത്യവുമാണ്. അത് ക്രിസ്തുവിൽ നിങ്ങൾ വസിക്കുക എന്നതാണ്. പരസ്യമായി അർത്ഥവത്തായ വഴികളിൽ ഒരാൾക്ക് സഭയുടെ കാര്യങ്ങളിൽ ആഴത്തിൽ ഏർപ്പെടാൻ കഴിയുമെന്നത് അതൊരു രഹസ്യമല്ല. എന്നിട്ടും അഥവാ അതൊരു അസാധ്യമായ കാര്യമല്ല എങ്കിൽ അത് സാധ്യമാകുവാൻ ക്രിസ്തുവിനോട് നാം ചേർന്നിരുന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സുവിശേഷവും സുവിശേഷ ദൗത്യവുമായി തീരുവാൻ സാധിക്കും. അതാണ് മുന്തിരിവള്ളി സ്നേഹാനുഭവം. രണ്ടാമതായി, ആശ്രയം എന്ന വസ്തുതയ്ക്കപ്പുറം ക്രിസ്തുവിലുള്ള മുന്തിരിവള്ളിയിൽ വസിക്കുക എന്നതിന് അർത്ഥമാണ്. യോഹന്നാൻ 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, നിലനിൽക്കുക എന്നതിൻ്റെ അർത്ഥം വളരെ ഫലം കായ്ക്കുവാനുള്ള അവസരം എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഫലം കായ്ക്കുന്നതിന് വേണ്ടി ഫലദായകമായ ദൈവത്തിൻ്റെതായി നീ മാറുക എന്ന സത്യമാണ്.
ക്രിസ്തുവിൽ വസിക്കുന്നത് ദൈവിക മനുഷ്യബന്ധത്തിന് പുറത്ത് ഒരു പ്രത്യേക ദൈവബന്ധ അനുഭവത്തിലേക്ക് നമ്മെ ചേർത്തിരുത്തുന്നതാണ്. പൂർണ്ണമായും ദൈവം നമ്മെ ഏറ്റെടുക്കുന്ന ഒരു വലിയ തിരഞ്ഞെടുപ്പാണത്. തന്നിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ അതുകൊണ്ടാണ് കർത്താവ് ക്ഷണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ചോദിക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് കർത്താവ് പറയുവാനുള്ള കാരണവും അതുതന്നെയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് യേശുക്രിസ്തുവിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.